അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്ട്രിങ് ഇൻറ്റിജർ എങ്ങനെ കൂട്ടിച്ചേർക്കാമെന്നാണ് പഠിക്കുന്നത്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിവിധതരം ക്യാരക്ടറുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഡെസിമൽ പോയിൻറ്റുകളില്ലാത്ത നമ്പറുകൾ, അതായത് ഉദാഹരണത്തിന് 25, 35, 75 ഇങ്ങനെയുള്ള നമ്പറുകൾ, 3.5, 4.5 ഇങ്ങനെയുള്ള നമ്പറുകളെല്ലാം നമ്മൾ കണക്ക് കൂട്ടുന്നത് ഫ്ലോട്ടിംഗ് നമ്പറുകളായിട്ടാണ്. നമുക്കിന്ന് സ്ട്രിങ്ങും ഇൻറ്റിജറും എങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നതെന്ന് നമുക്കിന്ന് പഠിക്കാം. അതിൻ്റെ വിവിധതരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു വേരിയബിൾ നം എന്നുള്ള ഒരു വേരിയബിളിൽ നമ്മൾ ഇപ്പോൾ നേരത്തെ പഠിച്ചിരുന്നത് ഒരു അക്കം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ അക്കം അല്ലെങ്കിൽ ഒരു നമ്പർ നമ്മിലോട്ട് അസൈൻ ചെയ്യും. ഇനി നമ്മൾ നമ്മെന്ന് എപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 2 എന്ന വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇനി നമ്മിലോട്ട് നമുക്ക് ഒന്നിലധികം വാല്യൂസ് കൊടുക്കണമെങ്കിൽ നമ്മൾ അതിന് ചെയ്യേണ്ടത് നം ഈക്വൽ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ വിവിധ നമ്പറുകൾ അടിച്ചു കൊടുത്താൽ മതി. 21, 23, 5, 6, 12, 14 എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്പിലോട്ട് ഇത്രയും നമ്പറുകൾ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്പർ എന്നടിച്ച് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ വാല്യൂസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതുപോലെ കമ്പ്യൂട്ടറിൻ്റെ കൗണ്ടിങ് തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. അപ്പോൾ ഇനി നമുക്ക് 0th പൊസിഷനിലുള്ള നമ്പർ ഏതാണെന്ന് അറിയണമെങ്കിൽ നം ഓഫ് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0th പൊസിഷനിൽ നമ്പറായിട്ടുള്ള 21 കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 1, 2, 3, 4, 5, 6 നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നം ഓഫ് 5 അതാണ് 6ാമത്തെ നമ്പർ. കമ്പ്യൂട്ടറിൻ്റെ ഭാഷ അനുസരിച്ച് 6ാമത്തെ നമ്പർ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ 5ാമതായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്പർ ഓഫ് 5 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 14 എന്നുള്ള നമ്പറാണ് കിട്ടുന്നത്. അവസാന നമ്പർ നമുക്ക് 14 എന്നുള്ള ഇതായിരിക്കും കിട്ടുന്നത്. ഈ നം ഓഫ് 54 നമ്പർ ഇട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എററാണ് കാണിക്കുന്നത്. കാരണം 54ാമത് ഒരു നമ്പർ, ആ പൊസിഷനിൽ ഒരു നമ്പർ നമ്മൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എററായിരിക്കും കാണിക്കുന്നത്. ഇനി നമുക്ക് നം ഓഫ് 2 സെമിക്കോളൻ എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് കഴിഞ്ഞിട്ടുള്ള, അതായത് 21, 23 കഴിഞ്ഞിട്ടുള്ള 5, 6, 12, 14 എന്നീ നമ്പറുകൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നം ഓഫ് മൈനസ് സംഖ്യകൾ ഇട്ട് നോക്കാം. -1 നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ തന്നെ -1, അതായത് അവസാന നമ്പറിൻ്റെ വാല്യൂ -1 എന്നായിരിക്കും. അവസാന നമ്പറിൻ്റെ അത് -1 ആയതുകൊണ്ട് തന്നെ നം ഓഫ് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 എന്ന് നമുക്ക് കിട്ടും. നം ഓഫ് -5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 23 അപ്പോൾ നമുക്കിങ്ങനെ വിവിധതരം പൊസിഷനിൽ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ക്യാരക്ടർ നമുക്ക് കൊടുത്ത് നോക്കാം. വേറൊരു വേരിയബിൾ നോക്കുകയാണ് നെയിം ഈക്വൽ ടു. അതിനകത്ത് നമുക്ക് ക്യാരക്ടർ കൊടുക്കണം. ക്യാരക്ടർ കൊടുക്കാനായിട്ട് വിവിധതരം ക്യാരക്ടറുകൾ കൊടുക്കണമെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ തന്നെ കൊടുക്കണം. എന്നിട്ട് സിംഗിൾ കോളനിനുള്ളിൽ നമുക്ക് വിവിധ പേരുകൾ കൊടുക്കാം. റോണി, കോമ, ഫെബിൻ. അപ്പോൾ അത് നമ്മൾ സിംഗിൾ കോട്ട്സിനുള്ളിൽ കൊടുക്കണം, അല്ലെങ്കിൽ ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുക്കണം. ഫെബിൻ, റോജി. അപ്പോൾ അത് നമ്മൾ സിംഗിൾ കോട്ട്സിനുള്ളിൽ കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഉദാഹരണത്തിന് ഒരു 3 പേരുകൾ നമ്മൾ സിംഗിൾ കോട്ട്സിനോട്ട് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി നെയിം എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള എല്ലാ പേരുകളും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് റോണി, ഫെബിൻ, റോജി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വേറൊരു ഫംഗ്ഷൻ നോക്കാം. വാല്യൂ എന്നൊരു വേരിയബിൾ നമ്മൾ നോക്കി. അതിനകത്ത് ഈക്വൽ നമ്മൾ ആദ്യം നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് ഒരു ഇൻറ്റിജർ നമ്പർ നോക്കുക. 12 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്തു. ഇനി അടുത്ത് നമുക്കൊരു സ്ട്രിങ് കൊടുത്ത് നോക്കാം. സ്ട്രിങ് കൊടുക്കുമ്പോൾ എപ്പോഴും സിംഗിൾ കോളിനുള്ള കൊടുക്കണം, ഇല്ലെങ്കിൽ ഡബിൾ കോളിന് കൊടുക്കണം. റോണി. അതിനുശേഷം നമുക്കൊരു ഫ്ലോട്ടിംഗ് നമ്പർ കൊടുക്കാം 12.5. നമ്മുടെ സാധാരണ C++, അങ്ങനെയുള്ള ജാവ ഇതിലൊക്കെയാണ് ഇത് എറർ കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കിവിടെ എറർ കാണിക്കുമെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ എറർ കാണിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കോമ ഇടാത്തതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം. എറർ കാണിച്ചു. നമുക്ക് ഒന്നുകൂടി കൊടുത്ത് നോക്കാം. വാല്യൂ ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 12, റോണി, കോമ ഈ 12.5 എന്നുള്ളത് നമ്മൾ ഒരു ഫ്ലോട്ടിംഗ് വാല്യൂ കൂടി കൊടുത്ത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ ഇവിടെ
ഇവിടെ കോമ കൊടുക്കാത്തതുകൊണ്ടായിരുന്നുള്ള കുഴപ്പമായിരുന്നു. ഇപ്പോൾ നമുക്കിവിടെ കോമ കൊടുത്തപ്പോൾ അത് അസൈൻ ചെയ്തു. അതായത് നമുക്ക് ഇൻറ്റിജർ, സ്ട്രിങ്, ഫ്ലോട്ടിംഗ് നമ്പർ ഇത് മൂന്ന് നമുക്ക് ഒരു വേരിയബിളിലോട്ട് തന്നെ നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം നമുക്ക് അത് ശരിയാണോ നോക്കാം. വാല്യൂ എന്ന് നമ്മൾ അടിച്ചു കൊടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അതിനുള്ളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ സ്ട്രിങ്ങും എല്ലാ ഫ്ലോട്ടിംഗ് നമ്പറും എല്ലാ ഇൻറ്റിജർ നമ്പറും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് മിൽ ഓഫ്, അതായത് ഈ ആദ്യം നമ്മൾ കൊടുത്ത നമ്പറും രണ്ടാമത് കൊടുത്തു കഴിഞ്ഞാൽ നെയിമും നമുക്ക് ഒരുമിച്ചാക്കാമെന്ന് നോക്കാം. മിൽ ഓഫ് നമ്മളത് മിൽ എന്നുള്ള വേരിയബിളിലോട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ എന്ത് കാണിക്കണം, മിൽ ഓഫ്. അത് നമ്മൾ ഇവിടെ നമ്മൾ ആദ്യം സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നം കോമ നെയിം എന്ന് അടിച്ച് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ വർക്കായിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം, ഈ നമ്പും നെയിമിലും നമ്മൾ കൊടുത്തിരുന്ന എല്ലാ നമ്പറും മില്ലിൽ വന്നിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി മില്ലെന്ന് എഴുതി നമ്മൾ എൻ്റർ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിലെ എല്ലാ വാല്യൂസും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇത് നമുക്ക് വർക്കൗട്ടായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നം ഡോട്ട് വിവിധതരം ഫംഗ്ഷനുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫംഗ്ഷൻ അപ്പൻഡാണ്. APPEND എന്നടിച്ച് നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ 45 എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്പ് ഇപ്പോൾ, അതായത് നമ്മൾ മുമ്പേ നമ്പെന്ന് കൊടുത്ത് 21, 23, 5, 6, 12, 14 എന്നാണ്. അപ്പോൾ അപ്പൻഡിൻ്റെ കൂടെ നമ്മൾ 45 എന്ന് അടിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ കൂടെ ഏറ്റവും അവസാനം 45 എന്നുള്ള സംഖ്യ എക്സ്ട്രാ കയറി വന്നു. അതായത് നമുക്ക് മുമ്പേ കൊടുത്ത നമ്പെന്നുള്ള ഈ ഫംഗ്ഷനകത്ത് നമുക്ക് നമ്പെന്നുള്ള ഈ വേരിയബിളിൽ നമുക്ക് വേറൊരു സംഖ്യ ആഡ് ചെയ്യണമെങ്കിൽ അതിന് കൊടുക്കുന്ന കമാൻഡാണ് അപ്പൻഡ്. അപ്പോൾ അത് അവസാനമായിട്ട് വരുന്നതാണ്. നമുക്ക് വേറൊരു നമ്പർ കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നം ഡോട്ട് അപ്പൻഡ് ഓഫ് 6 എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുമോ ഇല്ലയോ നോക്കാം. ഇനി നം ഒന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 45 അവസാനം 6 കൂടി വരണം. അപ്പോൾ അത് വർക്കൗട്ടായിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം റിമൂവ് ചെയ്യണം. നമുക്ക് 14 എന്നുള്ള അത് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ നം ഡോട്ട് റിമൂവ് നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ 14 എന്നുള്ള നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇനി നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നം എന്നുള്ള ആ വേരിയബിൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ 14 എന്നുള്ള ഈ പോർഷൻ അല്ലെങ്കിൽ 14 എന്നുള്ള ഈ നമ്പർ കട്ടായിട്ട് ബാക്കിയുള്ള നമ്പറുകളാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. ഇനി നമുക്ക് 0th അല്ലെങ്കിൽ 1th അല്ലെങ്കിൽ 2th അല്ലെങ്കിൽ 3ാമത്തെ പൊസിഷനിലുള്ള നമ്പറാണ് നമുക്ക് കളയണമെങ്കിൽ, ആ പൊസിഷനിലുള്ള നമ്പറാണ് നമുക്ക് കളയണമെങ്കിൽ അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട കമാൻഡ് പോപ്പ് എന്നാണ്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നത് നം ഡോട്ട് പോപ്പ് ഓഫ്. അതിനകത്ത് നമുക്കിപ്പോൾ 3ാമത്തെ പൊസിഷനുള്ള നമ്പറാണ് കളയേണ്ടതെങ്കിൽ പോപ്പ്, അതായത് പോപ്പ് നമ്മൾ പുറത്തെടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ 6ാമത്തെ നമ്പർ നമ്മൾ പുറത്തെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ നമ്പർ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ 6 എന്നുള്ള നമ്പർ ഇനി കാണില്ല. അപ്പോൾ 21, 23, 5, 12, 45, 16 ഇതിനാണ് നമ്മൾ പോപ്പ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു പൊസിഷനിലുള്ള നമ്പറാണ് കളയേണ്ടതെങ്കിൽ നമ്മൾ പോപ്പ് ഉപയോഗിക്കാം. നമുക്ക് അതിനകത്തുള്ള ഒരു നമ്പർ നേരിട്ട് അറിയാമെങ്കിൽ ആ നമ്പർ കളയണമെങ്കിൽ റിമൂവ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി ഇതിനകത്ത് നമ്പർ ഒഴിവാക്കാൻ ഇനിയും മറ്റു മാർഗങ്ങളാണ്. അതിലൊന്നാണ് ഡിലീറ്റ് ചെയ്യാനായിട്ട് DEL ഏത് വേരിയബിളാണോ ആ വേരിയബിൾ നമ്പർ കൊടുക്കുക. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വേരിയബിളിൻ്റെ പേര് നം എന്നാണ്. അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ, അപ്പോൾ എനിക്ക് ആദ്യത്തെ 2 മതി, ബാക്കിയുള്ളതൊന്നും വേണ്ട. അപ്പോൾ 2 നമ്മൾ നേരത്തെ കൊടുത്ത പോലെ സെമിക്കോളൻ കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി 21, 23 മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഡിലീറ്റ് ആയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതിനുവേണ്ടി നമ്മൾ നമ്പർ കൊടുത്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ 21, 23 കാണുള്ളൂ. ബാക്കിയുള്ള എല്ലാ നമ്പറുകളും ഇതിൽ നിന്ന് കട്ടായിരിക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ഒന്നിലധികം നമ്പറുകൾ എക്സ്റ്റെൻഡ് ചെയ്യണം. അതിനാണ് നമ്മൾ കൊടുക്കേണ്ടത് നം ഡോട്ട് എക്സ്റ്റെൻഡ്. ഇത് ഫംഗ്ഷൻ ആയതുകൊണ്ട് സാധാരണ ബ്രാക്കറ്റ് ഇടുക, അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, അതിനുശേഷം 29, 36, 45, 58, അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, അതിനുശേഷം സാധാ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ നം എന്നുള്ള
ആ വേരിയബിൾ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആയിരിക്കണം. നമുക്ക് നോക്കാം നമ്മൾ മുമ്പേ 21, 23 ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ 29, 36, 45, 58 എന്നീ നമ്പറുകൾ കൂടി വരേണ്ടതാണ്. വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 21, 23, 29, 36, 45, 58 എന്നീ നമ്പറുകൾ ഒരുമിച്ച് നമുക്ക് ഇതിനുള്ളിലോട്ട് കൂട്ടിച്ചേർക്കാൻ പറ്റി. ഇനി ഇതിനകത്ത് നമുക്ക് മിനിമം നമ്പർ ഏതാണെന്ന് അറിയണം. അതിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് മിൻ ഓഫ്. ഇനി നമ്മുടെ വേരിയബിളിൻ്റെ പേര് കൊടുത്താൽ മതി. നം കൊടുത്ത് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തെ മിനിമം നമ്പറായിട്ടുള്ള 21 നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിനകത്ത് മാക്സിമം നമ്പർ കാണണമെങ്കിൽ മാക്സ് ഓഫ് നം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ കാണാനായിട്ട് സാധിക്കും. അത് 58ആണ്. ഇനി ഇത് നമുക്ക് സോർട്ട് ചെയ്യാനായിട്ട് വഴിയുണ്ട്. നം ഡോട്ട് സോർട്ട് ഓഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് സോർട്ട് ചെയ്തായിട്ട് കിട്ടും. 21, 23, 29, 36, 45, 58 എന്നിങ്ങനെ നമുക്ക് സോർട്ട് ചെയ്ത് കിട്ടുന്നതായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിതിങ്ങനെ സോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇനി അടുത്ത വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും.